റബ്ബേ നിന്നെ ഞാൻ തവക്കുലാക്കുന്നു എന്ന് പറഞ്ഞ് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമെ പെട്ടിലാക്കി ഒഴുകിയിട്ട് അവസാനം ചരിത്രത്തിന്റെ അവസാനം എന്താണ്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമ ജീവിച്ചതും വളർന്നതും ഫിറഔന്റെ കൊട്ടാരത്തിലാണ്, ഒരു തവക്കുലാണ്. മഹാനായ അഹ്മദ് ഇമാം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ അതേ സംഭവം അതുപോലെയുള്ള മറ്റൊരു സംഭവം പറയുന്നുണ്ട്. ഒരാളിൽ 1000 ദിനാർ കടം വാങ്ങിച്ച ഒരു മനുഷ്യൻ കപ്പൽ യാത്രയിൽ അപ്പുറത്തേക്ക് പോകുന്ന വ്യക്തിയാണ്. സമയമായിട്ട് പോകാൻ കഴിയാതെ വന്നപ്പോ ഒരു വിറക് കമ്പനകത്ത് ഹോളുണ്ടാക്കി അതിനകത്ത് താൻ കടം വാങ്ങിച്ച പൈസ ഇട്ടിട്ട് അല്ലാഹുവേ നിന്നിൽ തവക്കുലാക്കി ഞാനിതാ ആ വ്യക്തിയിലേക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞ് ഓളം വെട്ടുന്ന കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവസാനം എനിക്ക് പൈസ തരാൻ സമയമായപ്പോ ആ വ്യക്തി വരുമെന്ന് കരുതിയിട്ട് കടലിന്റെ ഓരത്ത് പോയിരുന്നപ്പോ കടൽക്കരയിലിരുന്നപ്പോ ഒരു ഉണക്കക്കമ്പ് ഒഴുകി വരുന്നത് കണ്ടിട്ട് ആ വിറകെടുത്ത് എനിക്ക് വീട്ടിൽ എത്തിക്കാമല്ലോ എന്ന് നോക്കിയപ്പോ അതിനകത്ത് താൻ പണം കൊടുത്ത വ്യക്തിയുടെ എല്ലാ അഡ്രസ്സും എഴുതി വെച്ചിട്ട് എനിക്കുള്ള പണവും അതിനകത്തുണ്ടായിരുന്നുവെന്ന് മഹാനായ ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്ന ഹദീസ്. ഇതൊരു ചരിത്രമാണ്. ഈ 2025 ഈ ഫലസ്തീനിൽ നാം ഇതേപോലെ ഒരു തവക്കുലിനെ കണ്ടതാണ്. സാറാ അൽ അത്താരി എന്ന് പറയുന്ന ഈജിപ്തിലെ ഒരു സാമൂഹിക പ്രവർത്തക, ഇന്ന് പശ്ചിമേഷ്യൻ രാജ്യം മുഴുവനും ഏതൊരു വ്യക്തിയുടെ ശബ്ദമാണോ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നത് കണ്ണു മാത്രം കാണിച്ച് മുഖം കൊത്തി മൂടിക്കെട്ടിയിട്ട് ഈ ഗസയുടെ വ്യക്താവായി മീഡിയയുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന അബൂ ഉബൈദയുടെ ശബ്ദം നാം എല്ലാവരും ഇന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് അബൂ ഉബൈദ പറഞ്ഞു, വലിയ പട്ടിണിയിലേക്കാണ് എന്റെ രാജ്യം പോകുന്നത്, എന്റെ ജനത പോകുന്നത് അതിയായ പട്ടിണിയിലേക്കാണ് എന്ന് അബൂ ഉബൈദയുടെ പ്രസംഗം കേട്ടിട്ട് നെഞ്ചുപൊട്ടി സങ്കടപ്പെട്ട ഈ സാമൂഹിക പ്രവർത്തക സാറാ അൽ അത്താരി എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തക തന്റെ വീട്ടിലുണ്ടായിരുന്ന ബോട്ടിലകത്തേക്ക് ചില ധാന്യങ്ങൾ, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഇട്ടിട്ട് അതിനകത്ത് അവരുടെ പേരും അവരുടെ അഡ്രസ്സും എഴുതിയിട്ട് അല്ലാഹുവേ ഇത് നീ ഫലസ്തീനിലേക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞിട്ട് ഈ കടലിലേക്ക് വലിച്ചെറിയുകയാണ് കുപ്പികളെ. ഭക്ഷണമിട്ട ധാന്യമിട്ട കുപ്പികളെ കടലിലേക്ക് അല്ലാഹുവിനെ തവക്കുലാക്കിക്കൊണ്ട് മൂസാ നബിയുടെ മാതാവ് ചെയ്തതുപോലെ ഹദീസിൽ പറഞ്ഞതുപോലെയുള്ള ബനൂ ഇസ്രായേലിലെ ആളുകൾ ചെയ്തതുപോലെ സാറാ അൽ അത്താരി കടലിലേക്ക് വലിച്ചെറിയുകയാണ്. 3 ദിവസത്തിന് ശേഷം ഈ പറയപ്പെടുന്ന സാറാ അൽ അത്താരിയുടെ ഫോണിലേക്ക് ആ കുപ്പിയുടെ പുറത്ത് അവരുടെ അഡ്രസ്സും അവരുടെ ഫോൺ നമ്പറും ഇത് മുഴുവനും എഴുതിയിരുന്നു എന്നാണ്. 2025 തവക്കുലിന്റെ കഥയ ഇസ്രായേലിൽ നമുക്ക് ഫലസ്തീനിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. മൂന്നാമത്തെ ദിവസം അവരുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരികയാ, നിങ്ങളിട്ട ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങളുടെ റബ്ബിനോട് ഞങ്ങൾ നിങ്ങളെ പറ്റി പറയുമെന്ന് ഫലസ്തീനില് ആ കുപ്പി കിട്ടിയ ആ ധാന്യം കിട്ടിയ കുഞ്ഞു പൈതൽ പറഞ്ഞതായി സാറാ അൽ അത്താരി രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ നാം കേട്ടിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങളുടെ തനിയാവർത്തനം ഫലസ്തീനിന്റെ മണ്ണിൽ നിന്ന് അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചരിത്രങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളവരാണ്, കണ്ടിട്ടുള്ളവരാണ്, അറിഞ്ഞിട്ടുള്ളവരാണ്, മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഈ സമൂഹം ഇതുപോലെയുള്ള സംഭവങ്ങളെല്ലാം മറികടക്കും. ഒരിക്കലും ഈ ഉമ്മത്തിനെ മൊത്തത്തിൽ അങ്ങ് തീർക്കാമെന്ന് ഒരുത്തരും വഹിക്കേണ്ടതില്ല. അത് ജൂതനായിരുന്നാലും, ജൂതന്റെ സൈനിസമായിരുന്നാലും, ഫാസിസമായിരുന്നാലും ഈ സമുദായത്തെ ഒന്നടങ്കം അങ്ങനെ ഇല്ലാതാക്കാമെന്ന് പറ്റില്ല. കരുതണ്ട, അങ്ങനെ പറ്റില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ കണ്ണിന്റെ കുശമണി, ഞങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാമെല്ലാമായ ആദരവായ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞതാ. ഈ ഉമ്മത്തിനെ മൊത്തത്തിൽ അങ്ങനെ ആർക്കും തീർക്കാൻ കഴിയില്ല എന്ന് നമ്മൾ കണ്ടതല്ലേ. ഫിറഔൻ 70,000-ഓളം കുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായി കൊന്ന ഫിറഔന്റെ കിരാതമായ പ്രവർത്തനത്തെ അതിജീവിച്ചവരാണ് നാം ഓരോരുത്തരും. പിന്നീട് ലോകം കണ്ട വലിയ അക്രമമായിരുന്നില്ലേ ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിൽ തർത്താരികൾ നടത്തിയത്? 1,80,000-ഓളം മുസ്ലിമീങ്ങളെ അറുംകൊല ചെയ്ത വലിയ വിപ്ലവം. അറുംകൊല മാത്രമല്ല, ഇസ്ലാമികമായ നാഗരികതയെയും ഇസ്ലാമികമായ സംസ്കാരങ്ങളെയെല്ലാം തകർത്ത് തരിപ്പണമാക്കി, ഇസ്ലാമിന്റെ ഈ ചില്ലമാകുന്ന ഇറാഖിനെ നിഷ്പ്രഭമാക്കി, ഒന്നുമല്ലാതാക്കി, ചരിത്ര ഗ്രന്ഥങ്ങളെയെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ട് അതിനെയെല്ലാം നെയ്മതിയിലേക്ക് വലിച്ചെറിഞ്ഞ് വലിയ പടയോട്ടം നടത്തി. അന്ന് മുസ്ലിമീങ്ങൾ പകച്ചുപോയി. ലോകം അവസാനിക്കുകയാണോ? ഇത് ദജ്ജാലാണോ? യജൂജ് മൗജൂജാണോ? അത്രയ്ക്കുള്ള കിരാതമായ അവരുടെ പ്രവർത്തനത്തിൽ നട്ടം തിരിഞ്ഞു നിന്നപ്പോഴാണ് മഹാനായ ഒരു വ്യക്തി, മഹാനായ ഈ പറയപ്പെടുന്ന
തർക്കാരികളുടെ പടയോട്ടത്തിൽ അധികാരം നഷ്ടപ്പെട്ടു പോയ രാജകുമാരൻ മഹാനായ സൈഫുദ്ദീൻ അൽ ഖുദ്സി എന്ന് പറയുന്ന മഹാനായ വ്യക്തി, അദ്ദേഹം നേരത്തെ ഒരു രാജകുമാരനായിരുന്നു. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട് അടിമയാക്കി വിൽക്കപ്പെട്ട വ്യക്തിയാണ്. അടിമയാക്കി വിൽക്കപ്പെട്ട ആ വ്യക്തി അവസാനം തിരിച്ചു വന്നിട്ട് ഈ പറയപ്പെടുന്ന തർക്കാരികളെ ഫലസ്തീനിന്റെ മണ്ണിൽ ഒരു റമദാൻ 25 വെള്ളിയാഴ്ച പരാജയപ്പെടുത്തി എന്നതാണ് ചരിത്രം. ഇത്രയ്ക്ക് സുശക്തമായ സൈന്യശേഷിയുള്ള ഒരു സമൂഹത്തെ മഹാനായ സൈഫുദ്ദീൻ അൽ ഖുദ്സി എന്ന് പറയുന്ന മഹാൻ തർക്കാരികളെ അമ്പെ പരാജയപ്പെടുത്തി. രണ്ട് കാരണങ്ങളാണ്. ആധുനിക ലോകമേ, പ്രശ്നങ്ങളുടെ മുമ്പിൽ ആധുനിക മുസ്ലിം സമൂഹമേ, പ്രശ്നങ്ങളുടെ മുമ്പിൽ നട്ടം തിരിഞ്ഞിട്ട് എന്ത് ചെയ്യാനെന്ന് വാവിട്ട് കരയുന്ന ആധുനിക മുസ്ലിം സമൂഹത്തിന് മഹാനായ സൈഫുദ്ദീൻ അൽ ഖുദ്സി മഹാനവറുകൾ നമുക്ക് പറഞ്ഞു പറഞ്ഞ രണ്ട് പാഠമാണ്. ഒന്ന് ഐക്യമാണ്, രാഷ്ട്രീയ ഐക്യവും ഉമറ ഐക്യവും. ഈ ഐക്യത്തിലൂടെയാണ് ഈ തർക്കാരികളുടെ പടയോട്ടത്തെ മഹാനായ സൈഫുദ്ദീൻ അവറുകൾ പരാജയപ്പെടുത്തിയത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബദർ ആവർത്തിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു ചരിത്ര സംഭവങ്ങളൊക്കെ ഇവിടെ ആവർത്തിക്കാനുള്ളതാണ്. ഇത് ആവർത്തിക്കാതെ പോവില്ല. ഈ സമുദായത്തിനെതിരെ ആരെല്ലാം കുതിര കയറുന്നുവോ അവർക്കൊക്കെ പടച്ചവൻ വരാൻ വലിയ ശിക്ഷയാണ് വെച്ചിരിക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നിങ്ങൾ എന്തെല്ലാം ചെയ്താലും നിങ്ങൾ പരാജയപ്പെടുന്നത് തന്നെ ചെയ്യും. കാരണം ഇത് പറഞ്ഞു വെച്ചത് സാദിഖുൽ മസ്ലൂഖായ ആദരവായ റസൂലുള്ളാഹി തങ്ങളാണ്. നിങ്ങൾ പരാജയപ്പെടും. ജൂതന്മാരെ നിങ്ങൾ എവിടെ പോയി വിളിച്ചാലും നിർജീവമായ വസ്തുക്കൾ പോലും മുസ്ലിമിൽ വിളിച്ചിട്ട് യാ മുസ്ലിം ഇവിടെ എന്റെ പിറകിൽ ജൂതനിരിക്കുന്ന പെണ്ണുള്ള എന്ന് കല്ലും വൃക്ഷങ്ങളും പറയുമെന്ന് സാദിഖുൽ മസ്ലൂഖായ നബി നബുവത്തിന്റെ നാമം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ജൂഡായിസവും നിന്റെ സയനിസവും വിലപ്പോവില്ല. ആരെയൊക്കെ തകർക്കാനും മാത്രമല്ല ഫലസ്തീന്റെ മണ്ണിൽ നിന്ന് ആ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ വൃക്ഷൂടം അങ്ങോട്ട് ഇല്ലാതാക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കണ്ട. നിങ്ങൾക്കത് നടപ്പില്ല, നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. ഒരു 365 സ്ക്വയർ ഫീറ്റ് 365 വീതി വിസ്താരമുള്ള ഒരു സ്ഥലം ഫലസ്തീൻ എന്ന് പറയുന്ന വലിയ രാജ്യം. 365 വീതി വിസ്താരമുള്ള ഈ സ്ഥലത്താണ് ഈ പറയപ്പെടുന്ന ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളും ഒരുമിച്ച് കൂടിയിട്ട് പാവപ്പെട്ട നിരായുധരായ പട്ടിണി കിടക്കുന്ന വീടില്ലാത്ത യതീമീങ്ങളായ വിഭവങ്ങളായ സാധുക്കളായ മനുഷ്യന്മാർമല്ലേ കുതിര കയറുന്നിട്ടും അവരെ തീർക്കാൻ അവർക്കാവുന്നില്ല എങ്കിൽ തീർക്കാനാവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ പ്രതിഷേധിക്കും. ഇത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. പല അറേബ്യൻ രാജ്യങ്ങളും കൈകെട്ടി നിൽക്കുമ്പോ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സമയം പരിമിതമാണ്. നാമൊക്കെ സയനിസത്തിന്റെ ഒരു പരിധിവരെ അടിമകളാണ്. കാരണം എന്താ? നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ, ആ മൊബൈൽ നമ്മൾ സദാസമയം ഉപയോഗിക്കുന്ന ഗൂഗിളും അതുപോലെ ഫേസ്ബുക്കും അതുപോലെ ട്വിറ്ററും അടങ്ങുന്ന മുഴുവനും അതിന്റെയൊക്കെ പിന്നിൽ ജൂതന്മാരാണ്. അതിന്റെയൊക്കെ മുതലാളിമാരിൽ ജൂതന്മാരാണ്. ഈ ലോകത്തെ 9 പണക്കാരിൽ 10 പേരിൽ 9 പേരും ജൂതന്മാരാണ്. ഈ പറയപ്പെടുന്ന അറബ് രാജ്യങ്ങളിലെല്ലാം വലിയ വ്യവസായങ്ങൾ നടത്തുന്നത് അവരാണ്. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന ഈ ഇസ്രായേലിന്റെ മുമ്പിൽ, അമേരിക്കയുടെ മുമ്പിൽ ഉറച്ചാനിച്ചു നിന്ന് ഈ ഒരു രൂപത്തിലേക്ക് ഈ സമുദായത്തെ പറയപ്പെടുന്ന സഹായിക്കേണ്ടവരെ സഹായിക്കാതെ ഉറച്ചാനിച്ചു നിൽക്കുന്ന ഒരു നേതാക്കന്മാരായിരിക്കും ഈ പറയപ്പെടുന്ന അറേബ്യൻ രാജ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. ഒരു മാറ്റങ്ങളും ഉണ്ടാവില്ല. ഇനി ഉണ്ടാകണം, ഇനിയും വിപ്ലവയുടെ ഉണ്ടാകണം. എന്നാൽ എല്ലാവരും മാറ്റമുണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, അറബികൾ ജയിക്കും, പലസ്തീനിലെ മക്കൾ പുഞ്ചിരിക്കും, അവിടെ ഇസ്ലാമിന്റെ പതാക ഉയരും. തീർച്ചയായും ഇത് ഞങ്ങളോട് പറഞ്ഞത് ആദരവായ പ്രവാചകനാണ്. അത് നടന്നേ പറ്റൂ, അത് നടന്നേ സംഭവിക്കൂ. ലോകം അവസാനിക്കുന്നതിന് മുമ്പ് അറേബ്യയിലെ പലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞുപൈതങ്ങൾ അവർ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ എല്ലാ സഹോദരങ്ങളും ഭാഗമാക്കാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരിൽ ചെല്ലുമ്പോ പലസ്തീനിലെ കുഞ്ഞുങ്ങൾ പിടിച്ചു നിർത്താതെ എന്ത് ചെയ്തു ഞങ്ങൾക്ക് വേണ്ടി എന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. പാതിരാവിടും ശബ്ദതയിൽ ഞങ്ങൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ബഹുമാനമുള്ളവരെ ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളിൽ പങ്കാളികളാവണം. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാവണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.